Good morning, dear students. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം തുടങ്ങിയിരുന്നു. ഇന്ന് നമുക്ക് അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഫോംഡ് എലിമെന്റ്സ് അഥവാ കോർപ്പസ്കൾസ് ആർബിസിയെ കുറിച്ചും ഡബ്ല്യുബിസികളെ കുറിച്ചും ഒക്കെ പഠിച്ചിരുന്നു. ഡബ്ല്യുബിസിയുടെ ഗ്രാനുലോസൈറ്റുകളെ നമ്മൾ എന്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ ഗ്രാനുലോസൈറ്റ്സ്. എ ഗ്രാനുലോസൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സൈറ്റോപ്ലാസം വളരെ ക്ലിയർ ആയിരിക്കും. ന്യൂക്ലിയസ് സിംഗിൾ ലോബ്ഡ് ന്യൂക്ലിയസ് ആയിരിക്കും. ആൻഡ് ദീസ് എ ഗ്രാനുലോസൈറ്റ്സ് ആർ ഫൗണ്ട് ഫ്രം lymph nodes and other lymphoid tissues such as thymus, tonsils and spleen. എ ഗ്രാനുലോസൈറ്റ്സ് രണ്ടെണ്ണമാണ്, ലിംഫോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ്. ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സൈസ് എന്ന് പറയുന്നത് 8 to 16 മൈക്രോൺസ് ആണ്. സൈറ്റോപ്ലാസം വളരെ ക്ലിയർ ആയിരിക്കും വിത്തൗട്ട് എനി ഗ്രാന്യൂൾസ്. ന്യൂക്ലിയസ് ലാർജ് ന്യൂക്ലിയസ് ആയിരിക്കും. ആൻഡ് ദിസ് ന്യൂക്ലിയസ് ഓൾമോസ്റ്റ് ഫിൽ ദി സെൽ, ലീവിംഗ് എ വെരി തിൻ റിം ഓഫ് സൈറ്റോപ്ലാസം. And lymphocyte, they play an important role in immune response. Lymphocytes രണ്ടെണ്ണമുണ്ട്, T lymphocytes and B lymphocytes. T lymphocyte, they act against virus, infected cells and tumor cells. B lymphocytes produce antibodies. അപ്പോൾ T lymphocytes എന്താണ് ചെയ്യുന്നത്? They act against virus, infected cells and tumor cells. B lymphocytes ആണ് antibodies produce ചെയ്യുന്നത്. ലിംഫോസൈറ്റ്സിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് ടു അബൌട്ട് 25 to 35% ഓഫ് ലൂക്കോസൈറ്റ്സ്. അടുത്തത് മോണോസൈറ്റ്സ്. മോണോസൈറ്റ് ദേ ആർ ലാർജ് ലൂക്കോസൈറ്റ്സ്. സൈസ് എന്ന് പറയുന്നത് 16 to 22 മൈക്രോൺസ് ഇൻ ഡയമീറ്റർ ആണ്. ന്യൂക്ലിയസ് ഇസ് കിഡ്നി ഷേപ്ഡ് ഓർ ബീൻ ഷേപ്ഡ്. Monocyte, they leave the bloodstream to become macrophages. Phagocyte can defend the body against virus and bacteria. നമ്മുടെ ബോഡിയിൽ വൈറസ് ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഉണ്ടാകുമ്പോൾ this monocyte, it leave the bloodstream and become macrophages and phagocytic and defend the body against virus and bacteria. ഇവരുടെ എമൗണ്ട് എന്ന് പറയുന്നത് 3 to 9% ഓഫ് ലൂക്കോസൈറ്റ്സ് ആണ്. ഇനി മോണോസൈറ്റുകളുടെ നമ്പർ കൂടുന്ന ആ കണ്ടീഷനെയാണ് നമ്മൾ മോണോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ കാണുന്നത് ദിസ് മേ ബി ഡ്യൂ ടു മലേറിയ ആൻഡ് ടൈഫോയിഡ് ഫീവർ. ഇതാണ് നമ്മുടെ ബ്ലഡ് സെൽസിന്റെ ഫോട്ടോഗ്രാഫ്സ്. ഈ ചുമന്ന ദിസ് ഇസ് RBC. ഇത് നമ്മുടെ WBCസിലെ ഗ്രാനുലോസൈറ്റുകൾ ആയ ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ ആൻഡ് ബേസോഫിൽ. ഈ ഗ്രാനുലോസൈറ്റ്സിന്റെ സൈറ്റോപ്ലാസം നോക്കിക്കഴിഞ്ഞാൽ ആ സൈറ്റോപ്ലാസത്തിൽ നിറച്ച് ഗ്രാന്യൂൾസ് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലോബ്ഡ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഗ്രാനുലോസൈറ്റുകളുടെ ന്യൂക്ലിയസ് ലോബ്ഡ് ന്യൂക്ലിയസ് ആയിരിക്കും. ദിസ് ഇസ് ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ ആൻഡ് ദിസ് വൺ ഈസ് ബേസോഫിൽ. ആൻഡ് ഇത് ലിംഫോസൈറ്റും മോണോസൈറ്റുമാണ് എ ഗ്രാനുലോസൈറ്റ്സ്. ഈ ഫോട്ടോഗ്രാഫിൽ കാണുന്ന പോലെ തന്നെ സൈറ്റോപ്ലാസം വളരെ ക്ലിയർ ആണ് വിത്തൗട്ട് എനി ഗ്രാന്യൂൾസ്. ലിംഫോസൈറ്റിന്റെ ന്യൂക്ലിയസ് വളരെ വലുതായിരിക്കും, ലാർജ് ന്യൂക്ലിയസ് ആണ്, സിംഗിൾ ലോബ്ഡ് ലാർജ് ന്യൂക്ലിയസ്. ആൻഡ് മോണോസൈറ്റിന്റെ ന്യൂക്ലിയസ് ഒരു കിഡ്നി ഷേപ്ഡ് അല്ലെങ്കിൽ ഹോർഷൂ ഷേപ്പിൽ കാണുന്നതാണ് മോണോസൈറ്റിന്റെ ന്യൂക്ലിയസ്. Next one is platelets. Platelets, they are the smallest among formed elements. ഇവരുടെ സൈസ് എന്ന് പറയുന്നത് 2 to 3 മൈക്രോൺസ് ഇൻ ഡയമീറ്റർ ആണ്. They are very fragile, irregularly shaped or cell fragments containing numerous granules but no nucleus. Platelets എന്ന് പറയുന്നത് they are smallest of formed elements. Size 2 to 3 microns in diameter ആണ്. They are very fragile and irregularly shaped cell fragments containing numerous granules but no nucleus. ഇവരുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങിലാണ്. ആൻഡ് ദീസ് ആർ ഫോംഡ് ഫ്രം ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാർജ് ബോൺ മാരോ സെൽസ് കോൾഡ് മെഗാകാരിയോസൈറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ് ഫോം ചെയ്യുന്നത് ബൈ ദ ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാർജ് ബോൺ മാരോ സെൽസ് കോൾഡ് മെഗാകാരിയോസൈറ്റ്സ്. എമൗണ്ട് is about 2,50,000 to 5 lakhs per cubic millimeter blood. Normal count എന്ന് പറയുന്നത് 2,50,000 to 5 lakhs per cubic millimeter blood ആണ്. Life span of platelet is 10 days. അടുത്തത് ബഫർ സിസ്റ്റംസ് ഇൻ ബ്ലഡ്.
The kidney and lungs work together to help maintain a blood pH of 7.4 by affecting the components of the buffers in the blood. നമ്മുടെ ബ്ലഡിൻ്റെ പി എച്ച് 7.4 ആണ്. അപ്പോൾ ഈ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ബ്ലഡിൽ ആക്ട് ചെയ്യുന്ന ബഫർ സിസ്റ്റംസ് ഏതൊക്കെയെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ is carbonic acid bicarbonate buffer. This is the most important buffer for maintaining acid-base balance. Carbonic acid bicarbonate buffer is the most important buffer for maintaining acid-base balance. Work throughout the body to maintain the pH of blood close to 7.4. This buffer it work throughout the body to maintain the pH of the blood as 7.4. The body maintains the buffer by eliminating either acid, that is carbonic acid, or the base bicarbonate ions. അടുത്തത് പ്രോട്ടീൻസ് ആണ്. അനദർ മേജർ ബഫർ സിസ്റ്റം ഇൻ ദി ബോഡി ആണ് പ്രോട്ടീൻസ്. ആൻഡ് പ്രോട്ടീൻ മോളിക്യൂൾസ് പൊസസ് ബേസിക് അമിനോ ആൻഡ് ആസിഡിക് കാർബോക്സിൽ ഗ്രൂപ്പ്. പ്രോട്ടീൻ മോളിക്യൂൾസിൽ നമുക്കറിയാം ബേസിക് ഗ്രൂപ്പായ അമിനോ ഗ്രൂപ്പുമുണ്ട്, അസിഡിക് ഗ്രൂപ്പായ കാർബോക്സിൽ ഗ്രൂപ്പുമുണ്ട്, വിച്ച് ക്യാൻ ഡിസോസിയേറ്റ് ആൻഡ് ആക്ട് ആസ് ഹൈഡ്രജൻ അയൺ acceptor or donor respectively. Next is hemoglobin. Hemoglobin it is rich in amino acid residue histidine. Hemoglobin is rich in amino acid residue histidine. Histidine residues dissociate and liberate hydrogen ion. ഈ ഹീമോഗ്ലോബിനിൽ കാണുന്ന histidine residues it will dissociate and liberate hydrogen ions. Next is phosphate buffer. Phosphate buffer consists of phosphoric acid in equilibrium with dihydrogen phosphate ion and hydrogen ion. It plays only major role in blood. Phosphoric acid and dihydrogen phosphate ion are in very low concentration in blood. അടുത്ത ടോപ്പിക്കാണ് ബ്ലഡ് ക്ലോട്ടിംഗ്. നമുക്കറിയാം നമ്മുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും മുറിവ് സംഭവിച്ചാൽ അതിൽ നിന്ന് ബ്ലഡ് ക്രമാതീതമായി നഷ്ടപ്പെടുകയില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ ബ്ലഡ് ഫ്ലോ നിലയ്ക്കും. കാരണം അവിടെ ക്ലോട്ട് ഫോം ചെയ്യും. ക്ലോട്ട് ഫോം ചെയ്തിട്ട് ക്രമാതീതമായിട്ടുള്ള ബ്ലഡ് ലോസ്, നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ലോസ് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ക്ലോട്ട് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ബ്ലഡ് ക്ലോട്ടിംഗ്. The clotting or coagulation of blood is a complex process by which the blood forms a semi-solid clot. Clotting അല്ലെങ്കിൽ coagulation of blood എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ് by which the blood forms a semi-solid clot. It is an important part of hemostasis. Damaged blood vessel wall is covered by an interlacing network of fibrin. Clot ഫോം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡാമേജ്ഡ് ആയിട്ടുള്ള ബ്ലഡ് വെസലിന്റെ വാൾ ഇറ്റ് ഇസ് കവേർഡ് ബൈ ദി ഇന്റർലേസിംഗ് നെറ്റ്വർക്ക് ഓഫ് ഫൈബ്രിൻ. ഫൈബ്രിന്റെ ഒരു നെറ്റ്വർക്ക് കൊണ്ട് അവിടെ കവർ ചെയ്യപ്പെടുന്നു. എന്നിട്ട് ഈ നെറ്റ്വർക്കിലേക്ക് ബ്ലഡ് സെൽസ് എല്ലാം ട്രാപ്പ് ചെയ്യുകയാണ്. ആൻഡ് ദസ് ഇറ്റ് സ്റ്റോപ്പ് ബ്ലീഡിംഗ് ആൻഡ് ദ റിപ്പയർ ഓഫ് ദ ഡാമേജ് ബ്ലഡ് വെസൽ ഈസ് ഇനിഷ്യേറ്റഡ്. അങ്ങനെ ക്ലോട്ട് ഫോം ചെയ്യുകയും ഡാമേജ് ബ്ലഡ് വെസൽസിന്റെ റിപ്പയർ അവിടെ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡാമേജ് ബ്ലഡ് വെസൽസിൽ ഫൈബ്രിൻ്റെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുകയാണ്. ഈ നെറ്റ്വർക്കിലേക്ക് ബ്ലഡ് സെൽസ് വന്ന് ട്രാപ്പ് ചെയ്ത് അങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നതും അതിനോടൊപ്പം തന്നെ ഡാമേജ് ആയ ബ്ലഡ് വെസൽസിന്റെ റിപ്പയർ ഫംഗ്ഷനും അവിടെ തുടങ്ങുകയാണ്. ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫെൻസീവ് മെക്കാനിസം ബൈ വിച്ച് ബ്ലഡ് സ്റ്റോപ്സ് ബ്ലീഡിംഗ് ഫ്രം ദി ഇൻജേർഡ് ബ്ലഡ് വെസൽസ്. ഹീമോസ്റ്റാസിസ് ഇറ്റ്സ് എ ഡിഫെൻസീവ് മെക്കാനിസം ബൈ വിച്ച് ബ്ലഡ് സ്റ്റോപ്സ് ബ്ലീഡിംഗ് ഫ്രം ദി ഇൻജേർഡ് ബ്ലഡ് വെസൽ. ഹീമോസ്റ്റാസിസ് ഇൻവോൾവ് 3 മേജർ പ്രോസസ്. ഏതൊക്കെയാണ്? നാരോയിങ് ഓഫ് ബ്ലഡ് വെസൽസ്, ആക്ടിവിറ്റി ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ഹീമോസ്റ്റാസിസിൽ അടങ്ങിയിരിക്കുന്ന 3 പ്രോസസ്സ് ഏതൊക്കെയാണ്? 3 മേജർ പ്രോസസ്സ് ഏതൊക്കെയാണ്? നാരോയിങ് ഓഫ് ബ്ലഡ് വെസൽസ്, ആക്ടിവിറ്റി ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. An injured blood vessel constricts so that the blood flow out more slowly and clotting can start.
ഒരു ബ്ലഡ് വെസലിൽ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ആൻഡ് ദാറ്റ് ഇഞ്ചേർഡ് ബ്ലഡ് വെസൽ വിൽ കൺസ്ട്രിക്ട്, ആ ഇഞ്ചേർഡ് ബ്ലഡ് വെസൽ കോൺട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ ഇറ്റ് വിൽ കൺസ്ട്രിക്ട് സോ ദാറ്റ് ദി ബ്ലഡ് ഫ്ലോസ് ഔട്ട് മോർ സ്ലോലി. അത് കാരണം ഈ ബ്ലഡ് വെസൽ കൺസ്ട്രിക്ട് ചെയ്യുന്നത് കാരണം, ഇഞ്ചേർഡ് ബ്ലഡ് വെസൽ കൺസ്ട്രിക്ട് ചെയ്യുന്നത് കാരണം ബ്ലഡ് പുറത്തേക്ക് ഒഴുകി പോകുന്ന ബ്ലഡ് വെസൽ സ്ലോ ഡൗൺ ചെയ്യാൻ സഹായിക്കും. ഒപ്പം തന്നെ ക്ലോട്ട് ഫോർമേഷൻ അവിടെ തുടങ്ങുകയുമാണ്. The pool of blood accumulated outside the blood vessel presses against the vessel, helping to prevent further bleeding. അപ്പോൾ ഈ ഇഞ്ചേർഡ് ബ്ലഡ് വെസലിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയ ബ്ലഡ് വെസൽസിന്റെ പുറത്ത് ഒരു പൂള് പോലെ ഫോം ചെയ്തിട്ട് and that pool will presses against the vessel, helping to prevent further bleeding. As soon as the blood vessel wall is damaged, a series of reaction activates platelets so that they stick to the injured area. എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് സംഭവിക്കുന്നത് അപ്പോൾ തന്നെ സീരീസ് ഓഫ് റിയാക്ഷൻ നടക്കുകയും and these reactions activate blood platelets to stick to the injured area. ഈ റിയാക്ഷൻസ് കാരണം, ബോഡിയിൽ നടക്കുന്ന ഈ റിയാക്ഷൻസ് കാരണം ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ സ്റ്റിക്ക് ടു ദി ഇൻജേർഡ് ഏരിയ. പ്രോട്ടീൻസ്, കൊളാജൻ ആൻഡ് ത്രോംബിൻ ആക്ട് at the site of injury to induce platelets to stick together. അപ്പോൾ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ, ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ സീരീസ് ഓഫ് റിയാക്ഷൻ നടക്കും. അപ്പോൾ ഈ റിയാക്ഷൻസ് കാരണം ബ്ലഡിൽ കാണുന്ന ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് എന്ത് ചെയ്യും? ഇഞ്ചേർഡ് ഏരിയയിൽ വന്ന് സ്റ്റിക്ക് ചെയ്യും. ഇതിനെ പ്രോട്ടീൻസും കൊളാജനും ത്രോംബിനും എല്ലാം ഈ പ്ലേറ്റ്ലെറ്റ്സ് വന്ന് ഇഞ്ചേർഡ് ഏരിയ സ്റ്റിക്ക് ചെയ്യുന്നതിനെ സഹായിക്കും. ആൻഡ് പ്ലേറ്റ്ലെറ്റ് ഫോം എ ഹീമോസ്റ്റാറ്റിക് plug or platelet plug at the injured area. ഇങ്ങനെ പ്ലേറ്റ്ലെറ്റ്സ് വന്ന് ഇഞ്ചേർഡ് ഏരിയയിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു ഹീമോസ്റ്റാറ്റിക് പ്ലഗ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ആ സൈറ്റ് ഓഫ് ഇഞ്ചുറിയിൽ ഫോം ചെയ്യും. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് പ്രൈമറി ഹീമോസ്റ്റാസിസ്. ഇതിനെയാണ് നമ്മൾ പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ, ബ്ലഡ് വെസൽസ് മുറിയുകയാണെങ്കിൽ, ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ ബോഡി സംഭവിച്ചിട്ട് ഈ സീരീസ് ഓഫ് റിയാക്ഷൻസ് കാരണം എന്ത് സംഭവിക്കുന്നു? ബ്ലഡിൽ കാണുന്ന ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് വന്ന് ആ ഇഞ്ചേർഡ് ഏരിയയിൽ ഇഞ്ചേർഡ് ബ്ലഡ് വെസലിൽ വന്ന് സ്റ്റിക്ക് ചെയ്യുന്നു. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത ഇഞ്ചേർഡ് ബ്ലഡ് വെസലിൽ വന്ന് സ്റ്റിക്ക് ചെയ്ത് ഒരു ഹീമോസ്റ്റാറ്റിക് പ്ലഗ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. As platelets accumulate at this site, they form a mesh that plug the injury. During secondary hemostasis, platelets change shape from round to spiny, release proteins and other substances that entrap more platelets and the proteins in the blood plasma called coagulation factors. It responds in a complex cascade to form fibrin strands which strengthen the platelet plug. Secondary hemostasis എന്താണ് സംഭവിക്കുന്നത്? ഈ പ്ലേറ്റ്ലെറ്റ്സ് വന്ന് ആ ഇഞ്ചേർഡ് ഏരിയയിൽ വന്ന് പ്ലഗ് ചെയ്യുന്നതിനൊപ്പം തന്നെ the platelet change shape from the round to spiny. അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും, പ്ലേറ്റ്ലെറ്റിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുകയാണ്. റൗണ്ട് ഷേപ്പിൽ നിന്ന് സ്പൈനി ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ആൻഡ് ഇറ്റ് റിലീസ് പ്രോട്ടീൻസ് ആൻഡ് അതർ സബ്സ്റ്റൻസസ്. ഒപ്പം തന്നെ ഇറ്റ് എൻട്രാപ്പ് മോർ പ്ലേറ്റ്ലെറ്റ്സ്. ഈ പ്ലേറ്റ്ലെറ്റ്സ് കൂടുതൽ പ്ലേറ്റ്ലെറ്റ്സിനെ എൻട്രാപ്പ് ചെയ്യുന്നു. ആൻഡ് പ്രോട്ടീൻസ് ഇൻ ദ ബ്ലഡ് പ്ലാസ്മ കോൾഡ് കോയാഗുലേഷൻ ഫാക്ടേഴ്സ്. ഇറ്റ് respond in a complex cascade to form fibrin thread which strengthen the platelet plug. ഈ coagulation factors പിന്നീട് ഒരു റിയാക്ഷൻ കാസ്കേഡ് ഒരു റിയാക്ഷൻസ് നടക്കുകയാണ്. ഈ റിയാക്ഷൻസിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? അവസാനം ഫൈബ്രിൻ മെഷ് വർക്ക് ഫോം ചെയ്യുകയും ക്ലോട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.